നമ്മൾ ഇന്ന് ഈ ഒരു ക്യൂട്ട് കപ്പിൾ ബോട്ടിൽ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോണത്. ചെറിയ കുട്ടികൾക്ക് വരെ വരച്ചെടുക്കാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലാസ് ബോട്ടിലാണ്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഗ്ലാസ് ബോട്ടിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോണത്. എൻ്റെ അടുത്ത് രണ്ട് തരത്തിലുള്ളതുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ആക്രിലിക് പെയിൻ്റ് ആണ്. നമ്മൾ നോർമലി ക്യാൻവാസ് ബോർഡിലൊക്കെ പെയിൻറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടും ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ഞാൻ ഈ ബോട്ടിലിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്രയും ഒരു കവറേജ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പഞ്ച് യൂസ് ചെയ്ത് ഈ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വട്ടം ഇതുപോലെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒരു കോട്ട് കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. 2 കോട്ട് പെയിൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഈ രീതിയിൽ ഞാൻ ഈ ബോട്ടിലിൽ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മെറ്റാലിക് ഗോൾഡൻ യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യണത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ബോട്ടിലാണ്. ഇനി നമ്മളിതിൽ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ. പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ CD മാർക്കർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപയോഗിച്ച് ഞാൻ ഈ ബോട്ടിലിൽ നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ഈ ബോട്ടിലിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ടാണ് വരയ്ക്കാൻ പോണത്. ഇതാ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും നമ്മളൊന്ന് എടുക്കുക. ഒരു ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും എടുക്കാം. ഈ രീതിയിൽ നമുക്ക് എത്ര സൈസ് വേണം ആ ഒരു സൈസിലുള്ള ഒരു ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും എടുക്കാം. ഞാൻ ഇതിന് ചുറ്റും ഇതുപോലെ ഈ ഒരു പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ. ആദ്യം തന്നെ ഞാനിതിൽ വരയ്ക്കാൻ പോണത് ഗേളിൻ്റെ പിക്ചറാണ്. ഈ രീതിയിൽ 2 സൈഡിലും താഴേക്കായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഹെയർ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വരയ്ക്കുന്നത് കണ്ണ്, മൂക്ക്, വായൊക്കെയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വരച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതായത് ഫേസ് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ ഈ മാർക്കർ വെച്ചിട്ട് കണ്ണും മൂക്കും വായും വരച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്ലൈൻ ആദ്യം തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്, സിമ്പിളായിട്ട് വരയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇത് വരച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ആ ഹെയർ കുറച്ചും കൂടി നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയണവർ നല്ല ഷെയ്ഡിങ്ങൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വരയ്ക്കുക കേട്ടോ. ഞാനിതിപ്പോൾ തീരെയും വരയ്ക്കാൻ അറിയാത്തവർക്കും നല്ല സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കാൻ പോണത്. കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലായിട്ട്, എൻ്റെ ഒരു ബോട്ടിൽ 4 സൈഡുകളുള്ള ബോട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിലാണ് ബോയുടെ പിക്ചർ വരച്ചു കൊടുക്കാനായിട്ട് പോണത്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ്, പക്ഷേ ആ ഗേളിനേക്കാളും ഒരല്പം കൂടി ഹൈറ്റ് കൂടിയ രീതിയിലാണ് ഞാനിവിടെ ബോയിനെ വരച്ചെടുക്കുന്നത്. ഈ സൈഡിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഗേളിൻ്റെ ആ ഒരു ഡ്രസ്സില്ലേ അതിലേക്ക് ടച്ച് ചെയ്യണ രീതിയിൽ നമ്മൾ ഈ ഒരു സൈഡ് വരച്ചു കൊടുക്കുക. 2 പേരും ചേർന്ന് നിൽക്കുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കണത്. പിന്നെ ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു തമിഴ് ബ്രാഹ്മിൺ സ്റ്റൈലിലുള്ള കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ടുള്ള കപ്പിൾസാണ്. അതുകൊണ്ട് തന്നെ ബോയുടെ ഡ്രസ്സ് ഇങ്ങനെ മുണ്ട് പുതച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയെല്ലാം ഗേളിൻ്റെ വരച്ച പോലെ തന്നെയാണ്, പക്ഷേ മുടി വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് നീളം കുറഞ്ഞ് ഈ ഒരു രീതിയിലാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വൈറ്റ് കളർ പെയിൻറ്റും ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്തിട്ട്, ഒരല്പം ബ്രൗൺ കളർ മിക്സ് ചെയ്താൽ മതിയാവും. സ്കിൻ കളറാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫേസിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളായിട്ട് സ്കിൻ കളർ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കണ്ണും മൂക്കും പുരികും വായൊക്കെ വരച്ചു കൊടുത്താൽ മതിയാവും. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു രീതി. ഇനി നമ്മൾ ആ സെയിം പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബോയുടെ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബോയുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കൂടി സ്കിൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഹെയറിന് കളർ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ബോയ്ക്കും നമ്മൾ ആ രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഡ്രസ്സ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ ഞാൻ റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഗേളിൻ്റെ ഡ്രസ്സിൽ നമുക്ക് അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഞാനെന്താ ചെറിയ ഡോട്ടുകളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇതുപോലെ ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്ലൂ കളറിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ബോയ് വൈറ്റ് കളർ മുണ്ട് പുതച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ ഔട്ട്ലൈൻ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു വട്ടം കൂടി അതിൻ്റെ മേലെ കൂടെ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ തിന്നായിട്ടുള്ള ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വരച്ചെടുക്കുന്നത്. ബോയ്ക്ക് വേണ്ടിയിട്ട് പൊട്ട് വരച്ചു കൊടുക്കുകയാണ്. ഗേളിനും പൊട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗേളിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലേക്കും ചെറിയ ചെറിയ ലൈൻസ് വരച്ചിട്ടാണ് കേട്ടോ ഞാനിത് മുല്ലപ്പൂവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറോ അതല്ലെങ്കിൽ റെഡ് കളറോ യൂസ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കനകാമ്പരപ്പൂ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനതിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുരികം ഒന്ന് ശരിയാക്കി കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് മേക്കപ്പ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കണ്ണിന് ഞാൻ ലാഷസ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കമ്മലൊന്ന് ശരിയാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മേലെയായിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും താഴെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസത്തിലേക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്